ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റംബൂട്ടാൻ അച്ചാറാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഈസിയായി ചെയ്യാൻ പറ്റുന്നതുമാണ്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് ഞാൻ എടുത്തിട്ടുള്ളത് യെല്ലോ കളർ റംബൂട്ടാനാണ്. നോർമലായിട്ട് റെഡ് കളറാണല്ലോ കിട്ടുന്നത്, ഇതിപ്പം യെല്ലോ കളറാണ്. പക്ഷെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, സെയിം ടേസ്റ്റാണ്. പുറത്ത് ആ യെല്ലോ കളർ ഉണ്ടെന്ന് മാത്രമാണുള്ളൂ. അത്ര ടേസ്റ്റ് വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് ഫുള്ളായി അതിൻ്റെ തോല് കളഞ്ഞിട്ട് ഉള്ളിലത്തെ ആ ഫ്രൂട്ടിൻ്റെ ഭാഗം എടുത്ത് വെക്കണം. അങ്ങനെ ഞാൻ എല്ലാ റംബൂട്ടാനും തോല് കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ചെറിയ വരയിട്ട് കൊടുക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഈ മസാലയിൽ അതിനുള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. കുരു ഒന്നും കളയുന്നില്ല, കുരു ഉള്ളിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ പിക്കിൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. കുറച്ചൊരു 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ഫുൾ വെളുത്തുള്ളി നിറയെ ഉണ്ടായാൽ നല്ല ടേസ്റ്റാണ്, ചെറുതായി അരിഞ്ഞത്. പിന്നെ വേണ്ടത് ഒരു 4 ഡേറ്റ്സിനെ ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് വേണ്ട മസാലപ്പൊടികൾ എന്താണെന്ന് നോക്കാം. കുറച്ച് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നല്ലതാണ്. ഞാനത് എൻ്റെ അടുത്ത് നോർമലാണ് ഉണ്ടായിരുന്നത്. പിന്നെ കടുക് പൊടിച്ചെടുത്തത്, ഉലുവ പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി, ഇതൊക്കെയാണ് ഇതിന് വേണ്ടത്. ഇനി ഒരു ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായതിന് ശേഷം കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിയതിന് ശേഷം ആദ്യം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇട്ട് നന്നായി മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണം. ഇതായിപ്പം വെളുത്തുള്ളി, ഇഞ്ചി, ഗ്രീൻ ചില്ലീൻ്റെ അതെല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈത്തപ്പഴം ചേർത്ത് നന്നായി ഈത്തപ്പഴം ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഈത്തപ്പഴം നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മസാലപ്പൊടികൾ ചേർക്കാം. ആദ്യം ഇതിലേക്ക് നമ്മളുടെ എടുത്തു വച്ചിരിക്കുന്ന ചില്ലി പൗഡർ ചേർക്കണം. മുളക് പൊടി ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. അതിനുശേഷം അതിലേക്കൊരു 1/2 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പം ആ മിക്സ് ഒന്ന് നന്നായി തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇങ്ങനെ കുറച്ചൊന്ന് കുറുകി വരണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. ഇനി അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം. ഞാൻ കല്ലുപ്പാണ് ഇട്ടിട്ടുള്ളത്.
കല്ലുപ്പിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് വിനിഗർ ആഡ് ചെയ്യണം. വിനിഗറിൽ ഒഴിച്ച് ഒന്ന് കുറുകിയതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന റംബൂട്ടാൻ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം. ഏറ്റവും ലാസ്റ്റാണ് ഉലുവപ്പൊടിയും പിന്നെ നമ്മുടെ കടുക് പൊടിച്ചതും ആഡ് ചെയ്യേണ്ടത്. കടുക് പൊടിച്ചതും ഉലുവപ്പൊടിയും ആഡ് ചെയ്യുന്ന സമയത്ത് തന്നെ തീ ഓഫ് ചെയ്യണം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റി സൂക്ഷിച്ച് വെക്കാം നമുക്ക്. എളുപ്പം ചെയ്യാൻ പറ്റുന്നൊരു നല്ലൊരു പിക്കിളാണിത്. ബിരിയാണിയോടൊപ്പം കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണിതിന്. റംബൂട്ടാൻ കിട്ടുവാണെങ്കിൽ നിങ്ങളും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്. ബൈ.